അമ്മയോടും അനിയത്തിയോടും ഒക്കെ ബൈ പറഞ്ഞ് നേരെ അച്ഛൻ എന്നെയും കൊണ്ട് പോകാനുണ്ട്. അപ്പം അച്ഛൻ എന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളിന്ന് മൂവിക്ക് പോവാണ് കേട്ടോ, മാർക്കോ കാണാനായിട്ട്. അപ്പം ഞാൻ ഭവ്യനെ ഏതാണ്ട് ഒരു 4 മാസത്തിന് ശേഷമാണ് കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്ത് പഠിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അവൾ വരുമ്പോൾ ഞാൻ കാണൂല, ഞാൻ കാണുമ്പോൾ അവൾ കാണത്തില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അത് ഭവ്യയുടെ അനിയനാണ് കേട്ടോ, വിധു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാളിന് ശേഷം ഞാൻ ബസ്സിൽ കയറുവാണ്. കാരണം നാട്ടിൽ വന്നിട്ട് KSRTC ബസ്സൊക്കെ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി നേരെ നമ്മുടെ തിരുവനന്തപുരം മെയിൻ സ്റ്റേഷൻ തമ്പാനൂരാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ മീറ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നാട്ടിലുള്ളതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് ഞങ്ങളെ വണ്ടിയിൽ കുറച്ചൊന്ന് റൗണ്ടിനൊക്കെ കൊണ്ടുപോയിട്ട് നേരെ ഞങ്ങൾ തിയേറ്ററിൻ്റെ മുന്നിലാക്കിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 6 മണിക്കായിരുന്നു ഷോ. മാർക്കോ കണ്ടവർക്കറിയാം എന്താണ് ആ മൂവി എന്നുള്ളത്. സോ ഐ ലിറ്ററലി ഹാവ് 0 വേർഡ്സ് ടു ഡിസ്ക്രൈബ് അബൌട്ട് ദിസ് മൂവി ബിക്കോസ് ദിസ് മൂവി ഈസ് സോ ഗുഡ്. മേക്കിങ്ങും ഒക്കെ അടിപൊളിയാണ്. അൾട്രാ വയലൻസും പിന്നെ ബ്രൂട്ടലുമാണ്. കാണാൻ ശക്തിയുള്ളവർ എന്തായാലും കാണണം. ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ഡൗട്ട്.